നമസ്കാരം. ഫുക്രയിലേക്ക് സ്വാഗതം. സച്ചിൻ ടെണ്ടുൽക്കർ, നമ്മുടെയൊക്കെ ഇഷ്ട താരം, ഇന്ത്യയുടെ ഇതിഹാസ ബാറ്റർ, ലോക ക്രിക്കറ്റിലെ തന്നെ കാലത്തെയും ഇതിഹാസങ്ങളിൽ ഒരാൾ. സച്ചിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നത് 2013 അന്ന് അദ്ദേഹം കുറച്ച് വർഷങ്ങളായിട്ട് ആ കാലത്ത് അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രമേ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പരിമിത ഓവർ ക്രിക്കറ്റിൽ നിന്ന് അദ്ദേഹം നേരത്തെ റിട്ടയർ ചെയ്തിരുന്നു. 2011 ഏകദിന ലോകകപ്പോട് കൂടിയൊക്കെ അദ്ദേഹം പരിമിത ഓവർ ക്രിക്കറ്റ് മതിയാക്കിയിരുന്നു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ 2013 എങ്ങനെയാണ് സച്ചിൻ ടെണ്ടുൽക്കർ വിരമിക്കൽ എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്നതിനെക്കുറിച്ച് അന്നത്തെ സെലക്ടർമാരുടെ ഹെഡായ സന്ദീപ് പാട്ടീൽ പറയുന്നുണ്ട്. അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിലാണ് സന്ദീപ് പാട്ടീൽ ആ ഒരു സാഹചര്യം വിശദീകരിച്ചത്. അതായത് സച്ചിൻ 2012-13 സീസണിൽ മോശം ഫോമിലായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ശരാശരി എന്ന് പറയുന്നത് 23.80 ആയിരുന്നു. ഏകദിനത്തിൽ 31.50 ആയിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് അദ്ദേഹം ത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെ BCCIക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പകരം മറ്റൊരു കളിക്കാരനെ ടീമിലേക്ക് എടുക്കാം, സച്ചിൻ്റെ കാലം കഴിഞ്ഞു എന്ന നിലയിലൊക്കെ ഒരു തോന്നൽ BCCIക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്ന് സച്ചിനോട് പറയണം. അതാര് പറയും എന്ന് നോക്കിയപ്പോൾ അന്നത്തെ സെലക്ടർമാരുടെ ഹെഡായ സന്ദീപ് പാട്ടീലിനെ അതിനുവേണ്ടി നിയോഗിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം സന്ദീപ് പാട്ടീൽ സച്ചിനെ കണ്ടപ്പോൾ സച്ചിനോട് ചോദിച്ചു, സച്ചിൻ, നിങ്ങളുടെ ഭാവി പരിപാടി എന്താണ്? അപ്പോൾ പെട്ടെന്ന് സച്ചിൻ ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനെയൊരു ചോദ്യം സാധാരണഗതിയിൽ പതിവില്ലല്ലോ. അപ്പോൾ അതെന്താ, നിങ്ങൾ കാര്യമായി ചോദിച്ചതാണോ എന്ന് സച്ചിൻ സന്ദീപിനോട് തിരിച്ചു ചോദിച്ചു. അപ്പോൾ സന്ദീപ് പാട്ടീൽ പറഞ്ഞു, അതെ, കാര്യമായി ആലോചിച്ചിട്ട് തന്നെയാണ് ഇത് പറയുന്നത്. നിങ്ങൾക്ക് പകരം മറ്റൊരു കളിക്കാരനെ BCCI അന്വേഷിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞു, എന്നാൽ എനിക്ക് കുറച്ചു കാലം കൂടി കളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അത് അംഗീകരിച്ച സന്ദീപ് പാട്ടീൽ എന്നായിരിക്കണം വിരമിക്കൽ എന്നതിനെക്കുറിച്ചൊരു ധാരണ സച്ചിനുമായിട്ടുണ്ടാവുകയും അങ്ങനെ 2013 വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പരയോടുകൂടി വിരമിക്കാൻ സച്ചിൻ ടെണ്ടുൽക്കർ തീരുമാനിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കഥ ഇപ്പോൾ സന്ദീപ് പാട്ടീൽ പറയുമ്പോൾ നമുക്ക് എന്നും സച്ചിനുമായുള്ള ഏത് കാര്യവും ഭയങ്കര കൗതുകമാണ്, അല്ലേ? അപ്പോൾ സച്ചിൻ വിരമിക്കാനുണ്ടായ ഒരു സാഹചര്യവും വിരമിച്ച ഒരു സാഹചര്യമൊക്കെ ഇപ്പോൾ സന്ദീപ് പാട്ടീൽ പറയുമ്പോൾ നമുക്കതൊരു വലിയ ആ കഥ ഒരു കഥ കേൾക്കുന്നത് പോലെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും സച്ചിൻ വിരമിക്കാനുണ്ടായ ഒരു സാഹചര്യവും വിരമിച്ചതിന് പിന്നിലെ കഥയും ഇതാണ്.